ഓം സ്വസ്തിയസ്തേ ഗൈസ്, ഓം സ്വസ്തിയസ്തേ. 5 ദിവസം ബാലിയിൽ നിന്നിട്ട് നിങ്ങളോട് ബാലിനീസിൽ നമസ്കാരം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? Hi, good morning. Welcome to day 5 of Bali. I am 6 months pregnant and we are on our baby moon in Bali. ഇന്ന് second last day ആണ്. നമുക്ക് ഇന്നത്തെ ഐറ്റിനറി അനുസരിച്ച് നുസ പെനീഡ എന്ന് പറയുന്ന ഐലൻഡിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ അവിടുത്തെ റോഡൊക്കെ കുറച്ച് മോശമായതുകൊണ്ടും ഒത്തിരി കുലുക്കമൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഐറ്റിനറിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് അതിന് പകരം നമുക്ക് 2 ഓപ്ഷൻസ് തന്നെ, ഒന്ന് സൂ പാർക്കും ഒന്ന് ബേർഡ് പാർക്കും. അപ്പോൾ ബേർഡ് പാർക്കിനേക്കാളും നമുക്ക് താല്പര്യം സൂ പാർക്കായിരിക്കും വിചാരിച്ച് നമ്മൾ അതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ നല്ല മഴയാണ് ഇപ്പം, കുറച്ച് കഴിയുമ്പോഴത്തേനും കുറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ഏരിയയിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്, അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് 50K കൊടുത്താൽ ഫീഡ് ചെയ്യാനുള്ള സാധനം കിട്ടും. സ്റ്റോൾസ് ഉണ്ട്. 50K എന്ന് വെച്ചാൽ നമ്മുടെ 1 ദിനാർ. അത് ക്യാഷ് പറ്റൂല കേട്ടോ, കാർഡ് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കാർഡ് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് പണിപ്പാളി. ഹായ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇതാണ് ഓറിയന്റൽ സ്മോൾ ക്ലോഡ് ഓട്ടർ. ഓട്ടേഴ്സിൽ ഏറ്റവും കുഞ്ഞനാണ് ഈ ടൈപ്പ്. ഈ ഓട്ടേഴ്സ് ഒക്കെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ആനിമൽ ആണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു പ്രത്യേക ലാംഗ്വേജ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഫ്രഷ് വാട്ടറിലുള്ള ഒരു ടോർട്ടോയ്സ് ആണ്, പക്ഷെ അതിന്റെ കൂടെയുള്ള ആളൊക്കെ ഉണ്ടോ. ഇതാണ് ഫോൾസ് ഗറിയാൽ ക്രോക്കഡൈൽ. ആളെ കണ്ടാൽ കുറച്ച് ഭീകരമാണെന്നേ ഉള്ളൂ, പാവാണെന്നാ പറയുന്നത്. അതായത് അഗ്രസീവ് അല്ലെന്ന്. ഇതാ സെയിം ടൈപ്പ് ക്രോക്കഡൈലാണ്, പക്ഷെ ഇത് ലാൻഡിൽ നിന്ന് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇതാ അതിന്റെ കൂട്. ഇവിടെ ഇങ്ങനെ 4 വഴിക്കോട്ടുള്ള ബോർഡ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ആഫ്രിക്കൻ സ്പേർഡ് ടോർട്ടോയ്സ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ആണ്. ഇവർ 50, 70, ചിലര് 100 വർഷം വരെ ജീവിക്കത്ര. ഈ സൂയിൽ ഇങ്ങനെ ഓരോ ടൈമിംഗ്സ് അനുസരിച്ച് ആനിമൽ ഷോയും ബേർഡ് ഷോയും ഒക്കെ നടത്തുന്നുണ്ട്. ഈ കാണുന്നത് അങ്ങനത്തെ ഒരു ആനിമൽ ഷോ ആയിരുന്നു. ഓരോ ക്യൂട്ട് ആനിമൽസിനെ കൊണ്ട് ഓരോ ട്രിക്സ് ഒക്കെ കാണിക്കുന്നത് നല്ല രസമായിരുന്നു. ഇതാണ് അജൈൽ ഗിബോൺ. ഇത് ഏപ്പിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ആനിമൽ ആണ്. കണ്ടോ അതിന്റെ ചാട്ടം കണ്ടോ. മലയൻ ടപ്പി ഉറക്കമാണ്, നല്ല ക്ഷീണമാണെന്ന് തോന്നുന്നു. കൊമോഡോ ഡ്രാഗൺ. ഇതൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണെന്നാ പറയുന്നത്. ഇവർക്ക് ഒരേ സമയത്ത് ഓടാനും ശ്വാസം എടുക്കാനും പറ്റില്ലാത്രേ. അതുകൊണ്ട് കഴുത്തിന് താഴെയുള്ള ആ പൗച്ചിൽ ശ്വാസം എടുത്ത് പിടിച്ചാണ് അവർ ഓടുന്നത്. ഇതാണ് ബ്ലാക്ക് ടെയിൽഡ് പ്രേറി ഡോഗ്. ഇവർ ആക്ച്വലി അണ്ണാന്റെ ഫാമിലിയാണ്, പക്ഷെ അവർ കുരയ്ക്കും. അതുകൊണ്ടാണ് അവർക്ക് ഈ പേര് വന്നത്. ഇത് ഡസ്കി വോളബി. വോളബി എന്ന് വെച്ചാൽ കാങ്കറുവിന്റെ ഇന്തോനേഷ്യൻ കസിൻ ആണ്. പിന്നെ മാർമസെറ്റിനെ കണ്ടു, ബംഗാൾ ടൈഗറിനെ കണ്ടു. നിന്നെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. പീകോക്കിനെയും പീഹെന്നെയും കണ്ടു. എടാ കൊള്ള, അവളെ കാണാനില്ലെന്ന് എന്റെ വഴിക്ക് പോവാ. ലീമർ. ഇവിടെ നല്ല രീതിയില സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ ആനിമൽസിനും ഇഷ്ടംപോലെ സ്പേസും നല്ല ക്ലീൻ ആയിട്ടും ഒക്കെയാ. അപ്പയോയ്, ഇത് മീർ കാറ്റ്, മംഗൂസ് ഫാമിലിയിൽ വരുന്നതാണ്. സീബ്ര ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ സെൻട്രൽ ഫുഡ് വില്ലേജിന്റെ അവിടെ ഇതുപോലെ എൻകൗണ്ടർ ഉണ്ട്. ഇത് പൈത്തനാണ്. ബിവെയർ ഓഫ് ദ ലയൺ, ഗാർഡിയൻ ഓഫ് ദ ഗ്രാസ്ലാൻഡ് ലയൺ. ഈ വണ്ടി ഇങ്ങനെ ഇടിച്ചു കയറ്റി ഇട്ടേക്കുന്നതാണോ അത്? ഇതേ അവിടെ നിൽക്കുന്നു ഫീമെയിൽ ലയൺ. പിന്നെ ഹൈനാനായിട്ട് പോകാൻ പറ്റും. ഹൈനാസ് ഉറക്കമാണ്. എന്തോടാ അതിനകത്ത്? സ്പൈഡറോ? ബഫല്ലോ ഹൗസ്. ഇവിടെ എന്താന്ന് നോക്കാം. 2ാമത്തെ സൂയിലേക്കുള്ള വണ്ടിയാ കേട്ടോ. എന്താണ് ഡ്രൈവറിന്റെ കൂടെ ഇരിക്കാത്തെ? ഇരിക്കണം അവിടെ. ഇവിടുന്ന് ലാസ്റ്റ് ബസ് ടു മെയിൻ സൂ 4:45. അതിനുള്ളിൽ നമ്മൾ കണ്ടു കഴിയും. നമ്മുടെ എലിഫന്റും ക്രോക്കഡൈലും ഒക്കെ ഇവിടെയാ ഉള്ളത്. ഇതിന്റെ പേര് ഓസലോട്ട് എന്നാണ്. കുഞ്ഞാ, പൂച്ചയുടെ അത്രേ ഉള്ളൂ, പക്ഷെ ലെപ്പർഡ് പ്രിന്റാ. ടൈഗർ ട്രെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറാമോ എന്തോ. ക്രോക്കഡൈൽ കേവിലോട്ടാണ് നമ്മൾ കയറുന്നത്. സൺബെയർ. മഴയായോണ്ട് ആശാനകത്ത് കയറിയിരിക്കാൻ തോന്നുന്നു. ഈ
ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബേർഡ് ഷോ ഉണ്ടെന്ന്. ഇത് ഔട്ട്ഡോർ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ ഈ സീറ്റിലെല്ലാം ഇങ്ങനെ വെള്ളം വന്നിരുന്നു. പക്ഷെ അവരത്തൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേനും വൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഇത്രയും നേരം നടന്ന എന്റെ കാലൊക്കെ നല്ല വേദന ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്വെല്ലിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കാല് പൊക്കി വെച്ചാണ് ഇരുന്നത്. അങ്ങനെ ബേർഡ് ഷോ തുടങ്ങി. കോക്കറ്റു, മെക്കോ, ഹോൺബിൽ, ഈഗിൾസ്, അങ്ങനെ പലതരം ബേർഡ്സിനെ കൊണ്ട് അവർ കുറെ ട്രിക്സ് ഒക്കെ ചെയ്യിപ്പിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അവരെങ്ങനെ ഇതുവരെ ഇങ്ങനെ പഠിപ്പിച്ചെടുത്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മഴയത്ത് കിടന്ന് ഉറങ്ങുന്ന സൺബെയറിനെയാണ് കണ്ടത്. ഇപ്പൊ മഴയൊക്കെ മാറി ആശാൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ട ഇച്ചിരി ഉള്ളെങ്കിലും ബെയർസിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ആളാണെന്നാ പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ മ്യൂസിയത്തിലാണ് പോകുന്നത്. അവിടെ കുറെ എല്ലും മുള്ളും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഈ ചുറ്റുവട്ടത്തൊക്കെ പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചില ആനിമൽസിന്റെ സ്കെലറ്റിൽ റെപ്ലിക്കയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി വൈകാതെ നമുക്ക് തിരിച്ച് മെയിൻ സൂവിലേക്ക് പോയേക്കാം. അതേ വണ്ടി തന്നെ റിട്ടേൺ അടിച്ച് നമ്മളെ കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ ഇവർ ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിൽ പിടിച്ചു നിർത്തുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. പ്രിന്റ് തരാൻ വേണ്ടി ഒരു കാർഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫോട്ടോസ് എങ്ങനെയുണ്ടോ നമുക്ക് ഇനി ഒന്ന് കാണാം. അവരുടെ ഫോട്ടോസിന്റെ ഒരു ഒറിജിനാലിറ്റിയും പിന്നെ അതിന്റെ പ്രൈസും കൂടെ കേട്ടപ്പോൾ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിറങ്ങി. നമ്മള് ഒരു അടിപൊളി മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കഴിക്കാൻ വന്നിരിക്കുക. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ നല്ല ബഹളമാണ്. ലാസ്റ്റ് ഓർഡർ എടുക്കുന്നതിന്റെ 15 മിനിറ്റ്സ് മുമ്പ് വന്നാൽ നമ്മളിപ്പോ പറഞ്ഞേക്കുന്നത് 11 മണി വരെ അവർ ഓർഡർ എടുക്കാറുള്ളൂ. എനിവേ നമ്മളിപ്പോ ഓർഡർ കൊടുത്തു. സ്റ്റേക്ക് ആണ് രണ്ടുപേരും പറഞ്ഞേക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ഇൻ ബാലിയാണ്. വെള്ളാണ്ടങ്ങ് കൊരഞ്ഞു പോയല്ലോ. എന്തിനാ എന്റെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തത്? രാത്രി പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. സോ വി ആർ സേയിങ് ബൈ ടു ആർ ബാലി റിസോർട്ട് ആൻഡ് ടു ബാലി. ഇങ്ങനെ നമ്മുടെ 5 ദിവസത്തെ ബേബി മൂൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നലെ ഔട്ടർ എടുക്കാനൊന്നും പറ്റിയില്ല. വന്ന് നേരെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ബാലിയെ പറ്റി പറയാനാണെങ്കിൽ ബാലി മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ, നല്ല ആൾക്കാരാണ്. ഗുഡ് സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ് ഇവരുടെ ഒരു രീതികൾ ഞങ്ങൾക്ക് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും ടോയ്ലറ്റ്സ് ക്ലീനും ഡ്രൈയും ആണ്, എല്ലായിടത്തും ടിഷ്യൂസും ഉണ്ട്. അങ്ങനെ 5 ദിവസത്തെ ആർ ബേബി മൂൺ ഇൻ ബാലി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. This baby moon trip is very close to my heart, not because of the place or what we got to see and experience here, but because this was a celebration, a goodbye to how far the two of us have come through together. After a few months, this journey of just the two of us will turn into the 3 of us. Although I am sad to say goodbye to the 2 of us, I'm sure this next phase of our lives is going to be a very fulfilling and wonderful one. I will surely miss us from the past, as much as I am excited to see us from the future, us as parents. Of all the journeys we have had so far, this next one is the most exciting one.